ജനങ്ങൾക്കും നാടിനും ഗുണമുണ്ടാകുന്ന ഒരുപാട് കേന്ദ്ര പദ്ധതികളുണ്ട്. പക്ഷെ പലപ്പോഴും കേരളത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ ഈ കേന്ദ്ര പദ്ധതികൾ ഒന്നുകിൽ നടപ്പാക്കുന്നില്ല, അതല്ലെങ്കിൽ പേര് മാറ്റി സംസ്ഥാനങ്ങളുടെ പദ്ധതി പോലെ അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നു. കാശ് കേന്ദ്രത്തിൻ്റെ പേര് സംസ്ഥാനത്തിന്. അങ്ങനെ കുറേ പദ്ധതികളുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് പോലും ഇപ്പോൾ ഒരു എറണാകുളം മാർക്കറ്റിൽ 70 കോടി രൂപ ചിലവഴിച്ച് ഒരു ആധുനിക മാർക്കറ്റ് സമുച്ചയം ഉണ്ടാക്കി. സ്മാർട്ട് സിറ്റി മിഷൻ്റെ ഭാഗമായിട്ടാണ്. മുഴുവൻ പൈസയും കേന്ദ്രത്തിൻ്റെയാണ്. പക്ഷേ പോസ്റ്റർ ഒട്ടിച്ചത് പിണറായി വിജയൻ്റെയും മരുമകൻ്റെയാണ്. ഇങ്ങനെയാണ് നടക്കുന്നത്. ഇതിനെ ഫലപ്രദമായി കൗണ്ടർ ചെയ്യാൻ കേരളത്തിലെ BJPക്ക് പറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇതുപോലെ നിരന്തരം കേന്ദ്ര സർക്കാരിൻ്റെ തനത് ഫണ്ട് കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികൾ, ചിലതൊക്കെ ആയുഷ്മാൻ ഭാരത് പോലെയുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നില്ല. കാരുണ്യ പദ്ധതി എന്നും പറഞ്ഞ് കേരളത്തിൻ്റെ പദ്ധതിയായിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അട്ടിമറികൾ കേന്ദ്ര പദ്ധതികളുടെ മേൽ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് PM ശ്രീ. PM ശ്രീയെക്കുറിച്ച് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് പോലും കാര്യമായി ധാരണയില്ല. PM ശ്രീ നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. എന്താണ് ശരിക്കും ഈ PM ശ്രീ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമുക്കറിയാം, എയർപോർട്ട് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റായിട്ട് കേരള ഗവൺമെൻറ് ഒരു ബാധകവും ഇല്ലാത്തതാണ്. ഞാൻ കണ്ണൂരുകാരനാണ്. കണ്ണൂർ എയർപോർട്ട് ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രൈം മിനിസ്റ്റർ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂർ എയർപോർട്ടിൽ ഇപ്പോൾ ആകെ 1-2 ഇൻഡിഗോ ഫ്ലൈറ്റ് മാത്രമേ ഓടുന്നുള്ളൂ. എല്ലാം പൊളിഞ്ഞ് നാശമായി. നഷ്ടത്തിലോടുന്നൊരു എയർപോർട്ടാണ്. വേണമെങ്കിൽ പൂട്ടാം. അപ്പോൾ ഇതിനൊക്കെ കാരണം ഈ യൂണിയൻ ഗവൺമെൻറ്, നമ്മുടെ പേര് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പലരും തെറ്റായിട്ട് പറയണമെങ്കിലും യൂണിയൻ ഗവൺമെൻറ് എന്നാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിൻ്റെയും അന്യോന്യം ഷെയർ ഹോൾഡോടുകൂടി ഷെയ്ക്ക് ഹാൻഡോടുകൂടി നടക്കേണ്ടതാണ്. അത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു എയർപോർട്ടായാലും നമുക്ക് റിവൈവ് ചെയ്തിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഓടിക്കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് ഓടാൻ പറ്റാതെ ആ ഫ്ലൈറ്റ് കിട്ടാതെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് ഫ്ലൈറ്റ് പിടിക്കേണ്ട അവസ്ഥ വരും. പക്ഷെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെയല്ല. വിദ്യാഭ്യാസത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ 2 കൊല്ലം 4 കൊല്ലം ഒരു 10 കൊല്ലം ഒക്കെ നമ്മൾ പിന്നോട്ട് പോയാൽ ഒരു ജനറേഷനെ വല്ലാണ്ട് ബാധിക്കും. അതിലേറ്റവും നല്ല ഉദാഹരണമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻറ്റേഷന്. എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് ആർക്കും അറിയില്ല. ഏറ്റവും കൂടുതൽ സെമിനാറുകളും ഡിസ്കഷൻസും നടന്നിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ്. പക്ഷേ ഇപ്പോഴും LKGയിലും UKGയിലും പണ്ടത്തെ മെക്കലയുടെ സംഭവങ്ങൾ, ഇപ്പോഴും LKGയിലും UKGയിലും പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഒക്കെ പഴയ സിസ്റ്റത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു മാറ്റവും ഇല്ലാതെ കുറേ വർഷങ്ങളായിട്ട്. ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്ന് പഠിപ്പിക്കുമ്പോൾ 100-400 വർഷമായിട്ട് ഇതെന്തേ ഫാളിംഗ് ഡൗൺ മാത്രം, ഇപ്പോഴും വീണിട്ടില്ലേ എന്ന് ആരും ചോദിച്ചിട്ടില്ല. എന്തിനാണ് പീക്ക് ട്രീയും ഓക്ക് ട്രീയും ഞാൻ പഠിക്കുന്നത്? ചക്കയും മാങ്ങയും തേങ്ങയും ഉണ്ടാകുന്ന രാജ്യത്ത് അതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ എന്തേ വരാത്തതെന്ന് ചോദിച്ചാൽ CBSE ടീച്ചർക്കൊന്നും ഇതിന് ഉത്തരവില്ല. CBSE എന്ന് പറയുന്ന പേര് തന്നെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. LKGയും UKGയും CBSE സിലബസിൽ പഠിക്കുന്നു എന്ന് പറയുന്ന രക്ഷിതാക്കളും കുട്ടികളും ടീച്ചർമാരുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ 7ാം ക്ലാസ് വരെ വേണം. എന്നെക്കുറിച്ചറിയുക, എൻ്റെ നാടിനെക്കുറിച്ചറിയുക, എൻ്റെ ലോകത്തെക്കുറിച്ചറിയുക, എൻ്റെ തറവാടിനെക്കുറിച്ചും നാട്ടിനെക്കുറിച്ചും അറിയുക. അങ്ങനെ ഓരോ ലോക്കൽ സ്ഥലത്തും, സ്റ്റേറ്റിൽ മാത്രമല്ല, തിരുവനന്തപുരം വരെ പിന്നെ കണ്ണൂർ വരെയുള്ള കാസർഗോഡ് വരെയുള്ള ഓരോ കുട്ടികളും പഠിക്കേണ്ടത് അവരവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് 7ാം ക്ലാസ് വരെ. അങ്ങനെ പഠിച്ചതിന് ശേഷം അബ്സ്ട്രാക്റ്റ് നോളജ് 8ാം ക്ലാസ് മുതൽ ഹയർ സ്റ്റഡീസിന് പോകാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കേണ്ടതാണ് ബാക്കി. അങ്ങനെയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസീൻ്റെ യഥാർത്ഥ പോളിസി. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അത്തരം കുറച്ച് സെൻറ്ററുകളെങ്കിലും മോഡലായിട്ട് മാറ്റാൻ പറ്റണം. അതിന് ടീച്ചേഴ്സ് ഹൈലി ക്രിയേറ്റീവ് ആവണം. അതിനെക്കുറിച്ച് 4 പുസ്തകം ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനെ കുറിച്ച് എഴുതിയിട്ടുള്ള ആളാണ്. കോവിഡ് കാലമായതുകൊണ്ട് വളരെ സുഖമായിട്ട് വീട്ടിലിരുന്ന് എഴുതാൻ പറ്റിയ നല്ല സമയം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 10-20 വർഷമായിട്ട് തെണ്ടി നടക്കുകയാണ് ഓരോ സ്ഥലത്തും, സ്കൂളുകളും കോളേജുകളും പഠനവും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല എന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. കാരണം ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. ഇപ്പോൾ മാറിയിട്ടില്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പുതുതായിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഓൾഡ് എഡ്യൂക്കേഷൻ പോളിസി ആകുമ്പോൾ ആരും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ആകെ നടന്നിട്ടുള്ളത് ഇൻഫോർമൽ എഡ്യൂക്കേഷനൊക്കെ ഇപ്പോൾ ഫോർമലായിട്ട്, പണ്ട് ക്രഷുകളും ഡേ കെയർ സെൻ്ററുകളും ഉണ്ടായിരുന്നതും ഫോർമലാക്കി മാറ്റി. എന്നിട്ട് ഇൻ്റർനാഷണൽ സ്കൂളിലും നഴ്സറി നടത്താനുള്ള പെർമിറ്റ് അവർക്ക് കിട്ടി എന്നുള്ള പോലെയാണ് ഇപ്പോൾ അവർ കരുതുന്നത്. അതാണ് നടക്കാൻ പോകുന്നത്. ഈ ഗവൺമെൻറ് സ്കൂൾസ് കുറച്ച് ബോധത്തോടു കൂടി വലിയ പോരായ്മയൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. ഇപ്പോൾ തെലുങ്കാനയിലെ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ നിന്ന് കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു. അപ്പോൾ അവർ കാണുന്നതിൽ സൗത്ത് ഇന്ത്യയിൽ ഒരുവിധം മോശമില്ലാതെ നടക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളം തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല.
പക്ഷേ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു സിവിൽ സർവീസായിട്ട് എഴുതാൻ പോകുന്ന ഒരാൾ, അവർക്ക് ഉറപ്പായിട്ടും എക്സാമിനേഷന് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PM ശ്രീ പ്രോജക്റ്റ് എന്താണെന്നാണ്. കാരണം റേസിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സ് സെലക്റ്റഡ് ടു സ്കൂൾസിൽ ഏകദേശം 27,000 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ് വകയിരുത്തിയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് 27,000 കോടി രൂപയാണ്. അത് വകയിരുത്തിയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് എന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എഴുതുന്ന ഒരാൾക്കറിയണം. കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾക്കും ഇത് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറിൽ വരാറില്ല, നടക്കുന്ന സംഭവമല്ല. പിന്നെ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ എഴുതും. അതിന് കാരണം 6 സ്റ്റേറ്റുകൾ, ഒറീസ, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, കേരള, ഡൽഹി, പഞ്ചാബ്, ഈ 6 സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറി അവർക്ക് വേണ്ടാന്ന് വെച്ചു വരും. അല്ല, ഒഡീഷയിൽ ഇപ്പോൾ ഭരണം അറിയില്ലോ, ഇപ്പൊ രണ്ടാമത് വരും. അതിന് മുമ്പുണ്ടായിരുന്ന പഞ്ചാബ് ഒപ്പിട്ടിട്ട് കഴിഞ്ഞ വർഷം അത് വിത്ത്ഡ്രോ ചെയ്തു. കേരളയും തമിഴ്നാടും PM ശ്രീക്കെതിരെ കേസ് കൊടുത്തു. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ കേരളം നല്ലപോലെ പിന്നെ പുരോഗതിയൊക്കെ ഉള്ളൊരു സ്ഥലമാണെങ്കിൽ 60% സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും, 40% സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കണം. അപ്പോൾ വളരെ അധോഗതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല. എഡ്യൂക്കേഷനിൽ അവർ വകയിരുത്തിയിട്ടുള്ള ബഡ്ജറ്റ് കുറവാണെങ്കിൽ അവരോട് 40% കൊടുക്കാൻ പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് അവർക്ക് 10%, 90%. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും. എല്ലാ പ്രോജക്റ്റിനും അങ്ങനെ ഇല്ല. പക്ഷേ ഈ ഒരു പോളിസിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റും, കാരണം കംപ്ലീറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് അതോറിറ്റിയാണ് എഡ്യൂക്കേഷൻ. അതെ അതെ. അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ നവോദയ വിദ്യാലയോ സെൻട്രൽ സ്കൂൾസോ അതേപോലെ യൂണിയൻ ഗവൺമെൻറ് നടത്തുന്ന സ്കൂൾസിലേക്കോ ഇത് ഒരു എക്സ്പെരിമെൻ്റൽ ലെവലിൽ 1600 സ്കൂൾസിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു പ്രോജക്റ്റായിട്ടും അങ്ങനെ ഒരു 5 കൊല്ലം കൊണ്ട് ഒരു 6000-നടുത്ത് സ്കൂളിലേക്ക് അത് നടത്താൻ പറ്റുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ബാക്കിയുള്ള അയൽവാസികളായ സ്കൂളുകൾക്കൊക്കെ ഒരു മോഡലായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്രോജക്റ്റാണ്. അത് കേരളത്തിന് വലിയൊരു നഷ്ടമാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിനകത്ത് ഭാഗവത്താവുകയും അത് നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ബാക്കി രാജ്യങ്ങൾക്കൊക്കെ ബാക്കി സ്റ്റേറ്റുകൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സിദ്ധാന്തമായിട്ട് മാറാൻ സാധിച്ചേനെ കേരളത്തിന്. പക്ഷെ അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പിടിവാശി കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു. അല്ല, ഇടയ്ക്ക് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു, ആലോചിക്കുന്നു എന്നൊരു, അത് പൊളിറ്റിക്കലായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളും സ്ട്രോങ് ആയിട്ട് പിണറായി വിജയൻ്റെ നമ്മൾ കേരള ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ നിങ്ങളെക്കാളും മെച്ചത്തിലാണ്. ഈ PM ശ്രീ നടത്താൻ പോകുന്ന നോർത്ത് ഈസ്റ്റേൺ അല്ലെങ്കിൽ നോർത്തേൺ ഇന്ത്യയിലുള്ള പല സ്കൂളുകൾ 10 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ എത്തുമോ അതിനേക്കാളും മെച്ചത്തിലാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെയോ മിഞ്ഞാന്നോ ഒരു റിപ്പോർട്ട് കണ്ടത്. പിണറായി വിജയൻ്റെ അവിടെ തന്നെ 10-15 എയ്ഡഡ് സ്കൂൾസ് പൂട്ടിയിരിക്കുന്നു. എയ്ഡഡ് സ്കൂൾ എന്ന് പറയുന്നതൊക്കെ വലിയ അവതാളത്തിലാണ് പോകുന്നത്. അല്ല, നമ്മൾ വിദ്യാഭ്യാസം ലാഭകരമല്ല എന്നൊരു നിലപാടുണ്ട്. ലാഭകരമല്ലെങ്കിൽ പൂട്ടുക. അല്ല, ഈ 2 സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഗോവയിലും എയ്ഡഡ് സ്കൂൾസ് നടക്കുന്നുണ്ട്, കേരളത്തിലും നടക്കുന്നുണ്ട്. ഗോവയിലൊക്കെ ഞാൻ പല സ്ഥലത്തും സ്കൂൾസിലൊക്കെ പോയിട്ടുണ്ട്, കേരളത്തിലും പല സ്കൂൾസിലും പോയിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളിലെ മർക്കസ് എന്ന് പറയുന്ന കോഴിക്കോടുള്ള മുസ്ലിം ഗ്രൂപ്പുകളുടെ ഒരു 20 സ്കൂളുകളുടെ ടീച്ചേഴ്സിൻ്റെ ഒരു ട്രെയിനിങ്ങിന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വളരെ നല്ല ഗതിയിൽ നടത്തുന്ന, ബെസ്റ്റായിട്ട് നടത്തുന്ന ഒരു 20 സ്കൂൾസിൽ അവർക്ക് സാധിക്കുന്നുണ്ട്. 10-200ഓളം CBSE സ്കൂൾസും അവരുടെ കീഴിലുണ്ട്. അപ്പോൾ അക്കാഡമിക്സ് നഷ്ടമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ല, PM ശ്രീയുടെ ഒരു പാക്കേജ് എന്താ പദ്ധതി? PM ശ്രീ ഒരു മോഡൽ സ്കൂൾസ് ആയിട്ട് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും, അതായത് നമ്മുടെ തദ്ദേശീയമായി കുറച്ച് സ്കൂളുകൾ സെലക്ട് ചെയ്യും, എന്നിട്ട് അതിൽ എല്ലാ ന്യൂ ജനറേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓഗ്മെന്റഡ് റിയാലിറ്റിയും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കൗൺസിൽ ഓഫ് ആൾക്കാർ, അഡ്വൈസേഴ്സ് വെച്ചിട്ട് ഏതൊക്കെ ലെവലിലേക്ക് നമുക്ക് അവരെ കുട്ടികളെ വളർത്താൻ സാധിക്കുമോ അത്രയും ലെവലിലേക്ക് അവർക്കുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കാം. അതിന് ഫണ്ട് കേന്ദ്രം കൊടുക്കും. കേന്ദ്രവും 60-40 മാത്രമല്ല, അതിനൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. അത് ലോക്കലി ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ കേരളത്തിലുള്ള ഒരു സ്കൂൾ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കമ്മിറ്റി ഉണ്ടാക്കി അവിടെ എന്ത് വേണമെന്ന് അവരെ നിശ്ചയിച്ചിട്ട്, അല്ലാണ്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റം എല്ലായിടത്തും ഇംപ്ലിമെന്റ് ചെയ്യാനല്ല. നമ്മൾ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കൂള് തീരുമാനിച്ചു എന്ന് വിചാരിക്കും നമുക്ക് PM ശ്രീ വേണമെന്ന്, അവർ അതിനെ എങ്ങനെ മാറ്റണം, ഏറ്റവും ബെസ്റ്റ് ആക്കാൻ എങ്ങനെ മാറ്റണം എന്നുള്ളതിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്താൽ അവരതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അതിനാവശ്യമായ ഫണ്ട് അവരെ അലോട്ട് ചെയ്യും. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ 2 തരം സ്കൂളുകളുണ്ട്, 3 തരമുണ്ട്. ഒന്ന് സർക്കാർ സ്കൂളുകൾ, ഒന്ന് എയ്ഡഡ് സ്കൂളുകൾ, 3 CBSE സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂൾസ്. ഈ പ്രൈവറ്റ് സ്കൂൾസിന് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾസിന്, മാനേജ്മെൻറ്റ് സ്കൂളുകളാണല്ലോ, അവർക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? കൊടുക്കില്ല.
സ്റ്റേറ്റ് വഴി ഗവൺമെന്റിന് പ്രോപ്പർ ചാനൽ വരെ പോകണം. ഒന്ന് ഗവൺമെന്റ് സ്കൂൾസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കൊടുക്കുള്ളൂ, പ്രൈവറ്റ് സ്കൂൾസിനെയോ എയ്ഡഡ് ടു സ്കൂൾസ്. കാരണം എയ്ഡഡ് ടു സ്കൂൾ എന്ന് പറയുന്നത് വളരെ 1-2 സ്റ്റേറ്റിൽ മാത്രമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് യൂണിയൻ ഗവൺമെന്റ് ഒരു പ്രോജക്റ്റും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ യൂണിയൻ ഗവൺമെന്റ് അങ്ങനെ സംഭവം അറിയില്ല. അത് അവരുടെ പോർട്ട്ഫോളിയോ ഉള്ളതല്ല. നമ്പർ 1. ഞാനും എയ്ഡഡ് ടു സ്കൂളിന്റെ മാനേജ്മെന്റ് ഉള്ള ഒരാളാണ്. എൻ്റെ തറവാട്ടിനും ഒരു എയ്ഡഡ് ടു സ്കൂളുണ്ട്. നമുക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് കിട്ടില്ല. നമ്പർ 1 അത്. നമ്പർ 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പോർട്ട്ഫോളിയോ ആണ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് ഏത് സ്റ്റേറ്റ് കൺകറന്റ് ലിസ്റ്റ് വരുമല്ലോ. അതുകൊണ്ട് തന്നെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU സൈൻ ചെയ്താൽ മാത്രമേ കേരളത്തിലെ ഒരു സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ അപ്ലിക്കേഷൻ പോലും കൊടുക്കാൻ യോഗ്യതയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു സ്കൂളിൽ PMC വേണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഒരു MLAയും MP യും അല്ലെങ്കിൽ അവിടുത്തെ ഒരു പൊതുജന സഭയും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് പോയാൽ സെൻട്രൽ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് MOU ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റൊന്ന് കേന്ദ്രത്തിൻ്റെ, ഇപ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതി പരാജയപ്പെടുത്താനാണല്ലോ ഈ സംസ്ഥാനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ചാലഞ്ചായിട്ട് എടുത്തിട്ട് കേന്ദ്രത്തിന് വേണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ സ്കൂളുകളുണ്ട്, നവോദയ ഉണ്ട്, സെൻട്രൽ സ്കൂൾസ് ഉണ്ട്, ഇത്തരം സ്കൂളുകളിൽ എന്തുകൊണ്ട് നടപ്പാക്കാത്തതിന് കാരണം നവോദയ വിദ്യാലയ എന്ന് പറയുന്നത് ഡയറക്ട്ലി സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, അൺപെൻഷനബിൾ നോൺ പെൻഷനബിൾ ആയിട്ടുള്ള എംപ്ലോയേഴ്സ് ആണ്. അത് ട്രസ്റ്റിന്റെ കീഴിലാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റിന് രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ട്രസ്റ്റിന് വലിയൊരു താല്പര്യമൊന്നുമില്ല. നമ്പർ 1. നമ്പർ 2, അങ്ങനെ ഒരു സൈക്കോളജിക്കലായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്മിറ്റി അവർക്ക് ഉണ്ടാക്കിയിട്ട് അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിനുള്ള ഒരു പ്രോസസ്സ് ഏതെങ്കിലും സ്കൂളുകൾക്ക് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. ഉണ്ടെങ്കിൽ ആ സ്കൂളിനെ അന്ന് കൂട്ടിക്കില്ല. അതൊരു ഫാക്ടറാണ്. പക്ഷേ ഇതിനെ മറികടക്കണമല്ലോ. കാരണം ഒരു ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് കേന്ദ്ര സർക്കാർ ഒരു പോളിസിയായിട്ട് വെക്കുമ്പോൾ അതിനെ ഡിഫീറ്റ് ചെയ്യാൻ വരുമ്പോൾ അതിന് മറികടക്കാനുള്ള ബദൽ മാർഗം കേന്ദ്രം കണ്ടെത്തണം. ഏറ്റവും നല്ലൊരു മാർഗം എന്താ വെച്ചാൽ എല്ലാ പോളിസികളും ഇതിനേക്കാളും നന്നായിട്ട് വേറൊരു സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കുമ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കാണുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിനെതിരാവുകയാണല്ലോ ഒരു അൾട്ടിമേറ്റ് വിന്നിംഗ് എന്ന് പറയുന്നത്. കേരളത്തിൽ അങ്ങനെ ഉണ്ടാവത്തില്ല. കേരളത്തിൽ നമ്മുടെ പാർട്ടി എന്ത് ചെയ്താലും അതാണ് നല്ലത്. അതൊക്കെ മാറുന്ന കാലം ബോധം. അതിലും നല്ലത് ഈ സെൻട്രൽ സ്കൂളുകളിൽ കേന്ദ്ര സർക്കാരിന് നിയന്ത്രണമുള്ള സ്കൂളുകളിൽ ഈ പദ്ധതി മനോഹരമായി നടപ്പാക്കുക. പക്ഷേ ഇപ്പം നേവൽ ബേസിലെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ KV സ്കൂൾസ് എന്ന് പറയുന്നത് ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ളതാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് MOU ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെയാണ്. പക്ഷേ അപ്പോൾ മറ്റൊരു ഓപ്ഷൻ ഞാൻ പറയട്ടെ. ഇപ്പോൾ CBSE സ്കൂൾ, ഇപ്പോൾ ഭാരതീയ വിദ്യാഭവൻ പോലെ ഓൾ ഇന്ത്യ നെറ്റ്വർക്കുള്ള മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് അവിടെ ചെയ്തുകൂടെ? ഇത് ഒന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകൾ അവർ തീരുമാനിച്ചിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രൈവറ്റ് എയ്ഡഡ് മാനേജ്മെന്റുകൾ കൊടുക്കില്ല എന്നുള്ളതാണ്. അതെ, അത് അങ്ങനെ അല്ലാത്ത തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മാറി ചിന്തിക്കണം. ഇപ്പൊ ഈ ഒരു 1400 സ്കൂളുകൾക്ക് ഇത്രയും ബഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ലെവലിലേക്ക് അതല്ലാതെ തന്നെ ഇന്ത്യയിൽ കുറേ പ്രോജക്റ്റുകളുണ്ട്. നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ സ്കൂൾസിനും നന്നാക്കണമെങ്കിൽ CSR ഫണ്ട്. ഞാൻ അരുണാചൽ പ്രദേശിൽ നവോദയ വിദ്യാലയത്തിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളതാണ് പിന്നെ വിവേകാനന്ദ കേന്ദ്ര സ്കൂൾസ്. അതിൽ 37 സ്കൂൾസ് ഞാൻ വിസിറ്റ് ചെയ്തിട്ട് തന്നെയുണ്ട്. അവിടുത്തെ വിവേകാനന്ദ ട്രസ്റ്റ് നടത്തുന്ന സ്കൂൾസാണ്. അതിൽ കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്നത് NGO കൊടുക്കുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നതും യൂണിയൻ ഗവൺമെൻറ് കൊടുക്കുന്നതുമായിട്ട് ഇഷ്ടംപോലെ ലാൻഡ് ഫ്രീ കൊടുക്കുന്നു, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നു. റണ്ണിങ് മാത്രമാണ് ഈ ട്രസ്റ്റ് ചെയ്യേണ്ടത്. അത് വളരെ നന്നായിട്ട് അവിടുത്തെ എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ നോർത്ത് ഈസ്റ്റിൽ അരുണാചൽ പ്രദേശിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയാസ്. അവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുറേ കാലം ഞാൻ കേരളത്തിൽ നിന്നുള്ള കുറേ ആൾക്കാരെ, കർണാടകത്തിൽ നിന്നുള്ളവർ, തമിഴ്നാട്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ പോയി പഠിപ്പിക്കുന്നവരുണ്ട്. ഇവരൊക്കെയുള്ള അക്കാഡമിക്കായിട്ട് ഒരേ ക്യാമ്പസിൽ താമസിക്കാനുള്ള ക്വാർട്ടേഴ്സും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് നടത്തുന്ന സ്കൂൾസാണ്. അവർക്ക് പോലും ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പറ്റില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ആവശ്യം ഗവൺമെൻറ് സ്കൂൾസിൽ, പ്രൈവറ്റ് സ്കൂൾസ് അല്ല, ഗവൺമെൻറ് സ്കൂൾസിൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ നടത്തുന്നതാണ്. അതല്ലെങ്കിൽ ഇതിനെ മിസ്യൂസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ സാധ്യത മേ ബി. പിന്നെ ഇത് മോഡലാക്കി മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് ബാക്കി സ്കൂൾസിന് ഇതിനെ കോപ്പി ചെയ്യാനുള്ള സാധ്യതകളിൽ ഇത് റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നവോദയ വിദ്യാലയ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോന്ന് തുടങ്ങിയ സമയത്ത് ആദ്യം തീരുമാനിച്ചത് ഓരോ സ്കൂൾസും നോഡൽ പോയിന്റ്സും അടുത്ത സ്കൂൾസിനൊക്കെ അവിടുത്തെ ലാബുകളടക്കം ഉപയോഗിക്കാനുള്ള ഫ്രീഡം വേണമെന്നാണ്. പക്ഷെ ഇതുവരെ ആരും നവോദയ വിദ്യാലയത്തിൽ പോയിട്ട് അത് ആ ഡിസ്ട്രിക്ട് കളക്ടറാണ് സ്കൂളിന്റെ ചെയർമാൻ. അങ്ങനെ ഒരു സ്കൂൾ സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ. അതുപോലും ഇംപ്ലിമെന്റേഷൻ ലെവലിൽ പാളിപ്പോയിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ
ഇംപ്ലിമെന്റേഷൻ ലെവലിൽ പാളിപ്പോവാതെ ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ആ ആൾക്കാർ പൊതുജനങ്ങൾ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കി കൊടുക്കുന്ന ഒരു പോളിസി, അത് ഏത് സ്റ്റേറ്റിലാണോ അവരുടെ ജനങ്ങൾ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് സെൻട്രൽ ഗവൺമെന്റോ യൂണിയൻ ഗവൺമെന്റോ അല്ലല്ലോ, സ്റ്റേറ്റ് ഗവൺമെന്റ് അവർ തീരുമാനിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ. അതിപ്പം MP-യും MLA-യും കളക്ടറും അവിടുത്തെ സ്കൂൾ അതോറിറ്റീസും പാരൻസും ടീച്ചേഴ്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഞങ്ങൾക്ക് എങ്ങനെ വേണം ഈ സ്കൂളിനെ നന്നാക്കണമെന്ന പ്രോജക്റ്റ്. അല്ല, ഇങ്ങനൊരു പദ്ധതി അട്ടിമറിക്കുന്നത് കൊണ്ട് പൊളിറ്റിക്കലി CPM-ന് എന്താ ഗുണം? അല്ല, CPM-ന് ഇതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ 1-2 കാര്യങ്ങൾ അവർ തമ്മിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ഈഗോ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും ഞങ്ങൾ അതിനേക്കാളും നന്നായിട്ട് നടത്തുന്നുണ്ട്, യൂണിയൻ ഗവൺമെന്റ് നല്ല നടത്തുന്നത് നമ്മൾ തന്നെയാണ്. കാരണം ഈ PM ശ്രീ എന്നുള്ള ഒരു പേര് തന്നെ അവർക്കൊരു ഇഷ്ടമില്ലാത്ത പേരാണ്. ഇത് തന്നെയാണ് സർവശിക്ഷാ അഭിയാൻ. സർവശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത കാലത്ത് 600 കോടി 500 സംതിങ് കോടികൾ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ ചോദിക്കുന്നത് സർവശിക്ഷാ അഭിയാനും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ തരുന്നതെന്നാണ്. സർവശിക്ഷാ അഭിയാൻ ഇത്രയും റെസ്ട്രിക്ഷൻ ഇല്ല, അപ്പോൾ ആ തോതിൽ കാശ് കിട്ടുന്നുണ്ട്. പക്ഷെ അറിയേണ്ടത് സർവശിക്ഷാ അഭിയാൻ അടുത്ത് തന്നെ ചിലപ്പോൾ സ്റ്റോപ്പായി PM ശ്രീ മാത്രം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. അതെ, അപ്പോൾ പിന്നെ വേറെ വഴിയില്ല. ഇത് ഈ പറഞ്ഞ ബ്രാൻഡിങ് ആണ് പ്രശ്നം. ആ PM എന്നുള്ള പേര് അതാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി എന്ന് പറഞ്ഞ പ്രശ്നമാണ്. പ്രധാനമന്ത്രി എന്ന് കേൾക്കുന്നത് പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഈ അംഗൻവാടി ടീച്ചേഴ്സിന്റെ പ്രശ്നങ്ങളിലും ഇത് തന്നെയാണ്. അതെ. അത് എന്തുകൊണ്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അംഗൻവാടി ടീച്ചേഴ്സിന്റെ ആശാ വർക്കേഴ്സിന്റെ ഒക്കെ അപ്പോയിന്റ്മെന്റ് ഓർഡർ, ആരോ ഒരാൾ ഇതിനകത്ത് എൻ്റെ അഭിപ്രായം ചോദിച്ച സമയത്ത് പറഞ്ഞു, ഏതെങ്കിലും ഒരു ആശാ വർക്കറുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്ന് സെലക്ട് ചെയ്ത് നോക്ക്, അതിനകത്ത് എന്ത് ക്വാളിഫിക്കേഷനാണ്, എന്താണ് അവരുടെ വളണ്ടിയർ എന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്ത ഒരാൾക്ക് എങ്ങനെയാണ് പെൻഷൻ ചോദിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. അപ്പോൾ ഓരോന്നും നമ്മൾ തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്ന ഇംപ്ലിമെന്റേഷൻ കാലത്തുണ്ടായിരുന്നതും അതിൻ്റെ ബാക്കി ഭാഗങ്ങളും അപ്പോയിന്റ്മെന്റ് ഓർഡർ മുതൽ നമ്മൾ സെലക്ട് ചെയ്ത് ശ്രദ്ധിക്കേണ്ടി വരും. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും ഈ പദ്ധതി മുന്നോട്ട് പോവുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിനും ഈ വഴി പോയേ പറ്റൂ. മാറിയേ പറ്റൂ, മാറാതെ തരമില്ല. ഏതായാലും ഈ രാഷ്ട്രീയമായ ഈഗോയ്ക്ക് വേണ്ടി രാജ്യത്തെ അടുത്ത തലമുറയെ നന്നായി വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ അട്ടിമറിക്കുന്നത് ആത്മഹത്യ ചെയ്യലാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എയർപോർട്ട് കേടായാലും റോഡ് കേടായാലും നന്നാക്കിയാൽ അതേപോലെ നന്നാവും. അതെ, ഒരു കുട്ടി ഒരു 10 കൊല്ലം മോശമായിട്ട് അല്ലെങ്കിൽ അവർക്ക് നന്നാവാനുള്ളൊരു സാധ്യത നമ്മൾ അടച്ചു വെക്കുമ്പോൾ അതൊരു ജനറേഷനെ തന്നെ മാറ്റും, ഒരു തലമുറയോട് ചെയ്യുന്ന ചതിയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്കില്ലാത്ത ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. എനിക്ക് ഒരു ദിവസം 100-ലധികം മെസ്സേജ് വരും. അതിനകത്ത് ENTE എൻ്റെ എന്നല്ലാതെ മൈൻ എന്ന് എഴുതാനുള്ള ഇംഗ്ലീഷ് പോലും അറിയാത്തവരാണ്. എൻ്റെ റിസൾട്ട് വന്നു എന്ന് എഴുതുന്നത് മൈ റിസൾട്ട് എന്നുള്ള ഒരു വാക്ക്, റിസൾട്ട് തന്നെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട്. അതിനിടയിൽ ആ മൈയും ഐയും ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടല്ലേ ENTE എന്ന് എഴുതേണ്ടി വരുന്നത്, എൻ്റെ എന്ന് എഴുതുന്നത്. അത്രയും ഇംഗ്ലീഷ് പഠിക്കാത്തവർ നമ്മൾ എങ്ങനെയാണ് അവരെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒക്കെ ബിടെക്കിനൊക്കെ സജസ്റ്റ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ മാറ്റം ഉണ്ടാവണം, നല്ല ടീച്ചേഴ്സ് ഉണ്ടാവണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, ലോകപരിചയം ഉണ്ടാവണം, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ടാവണം. പണ്ടത്തെ ടീച്ചേഴ്സിൻ്റെ റോള് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഓഗ്മെന്റഡ് റിയാലിറ്റിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ChatGPT-യും എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലാസ് മുറികൾ ഉണ്ടാക്കലാണ് ലക്ഷ്യം. കേരളത്തിൽ എത്ര ടീച്ചേഴ്സിന് ഇതിനുള്ള ഒരു യോഗ്യതയും കഴിവുണ്ടാവും? പണ്ട് വന്ന DPEP വന്നിട്ട് മരം കയറുന്നത് കാണിച്ചിട്ട് നമ്മൾ തമാശ തള്ളിയിട്ടുള്ളതാണ്. അതിനേക്കാളും തമാശയാവും അവർക്ക്. അതുകൊണ്ടാണ് അവർ ലോക്കലി താല്പര്യമെടുത്ത് ആ സ്കൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് തീരുമാനിച്ച് പ്രോജക്റ്റ് കൊടുത്താലേ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. ഏതായാലും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.